അങ്ങനെ ഞങ്ങൾ ബാംബെർഗ് ഹൗപ്ട്ബാനോഫ് എത്തി. ആൻഡ് അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് ഓൾഡ് ടൗണിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ വെൽക്കം ടു ബാംബെർഗ്, a UNESCO World Heritage City full of charm, rivers and hidden corners. ഈ മെഡീവിയൽ ടൗണിൽ ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ആൻഡ് ഞങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം. ജർമ്മനിയിലെ ഓൾഡ് ടൗൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റോറി ബുക്ക് സ്റ്റൈലാണ്. വളരെ നാരോ ആയിട്ടുള്ള വഴികൾ, കോബിൾ സ്റ്റോൺ ആണ് തറയിൽ, ടിമ്പർ കൊണ്ടുള്ള വീടുകൾ, ഭയങ്കര ഹിസ്റ്ററി ഒട്ടും ഡിസ്ട്രോയ് ചെയ്യപ്പെടാത്തതാണ് ജർമ്മനിയിലെ ഓൾഡ് സിറ്റീസ്. ഞങ്ങൾ സ്ട്രീറ്റ്സ് വഴി പാസ് ചെയ്യുമ്പോൾ ജർമ്മൻകാർ ഒത്തിരി പേര് അവിടെ ക്രൗഡ് നിൽപ്പുണ്ടായിരുന്നു. ആൻഡ് എന്തോ ബിയർ കുടിക്കുന്ന എന്തോ ഗ്രൂപ്പ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കി വെച്ചിരുന്ന റെസ്റ്റോറൻറ്റ് കഹെൽ ഓഫനിൽ ഞങ്ങൾ എത്തി. അതൊരു ടിപ്പിക്കൽ ജർമ്മൻ റെസ്റ്റോറൻ്റ് ആണ്. വുഡൻ ഇൻറ്റീരിയേഴ്സും പഴയ ഫോട്ടോഗ്രാഫ്സും ആൻറ്റീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ റെസ്റ്റോറൻറ്റും പിന്നെ യൂഷ്വലി ഉള്ള ജർമ്മൻ റെസ്റ്റോറൻറ്റ്സും ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ മെനു കാർഡ് വഴി പോയിട്ട് യേഗർ ഷ്നിറ്റ്സൽ ആൻഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് ഷ്നിറ്റ്സൽ. ഷ്നിറ്റ്സൽ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു പോർക്കിൻ്റെ കട്ട്ലറ്റ് ആണ്. അത് ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് പാൻ ഫ്രൈ ചെയ്ത് തരും. അതിൻ്റെ മേളിൽ യേഗർ ഷ്നിറ്റ്സൽ എന്ന് പറയുമ്പോൾ റിച്ച് ആയിട്ടുള്ള മഷ്റൂമിൻ്റെ ഗ്രേവി ഒഴിച്ചിട്ടുള്ളതാണ് യേഗർ ഷ്നിറ്റ്സൽ. ആൻഡ് ഈ ഗ്രേവിക്കകത്ത് മഷ്റൂമും ക്രീമും ഉള്ളിയും പിന്നെ ചിലപ്പോൾ ബേക്കണും ഒക്കെ കാണും. ആൻഡ് ഇതിൻ്റെ കൂടെ കിഴങ്ങ് അല്ലെങ്കിൽ ഫ്രൈസ് ആണ് സെർവ് ചെയ്യുന്നത്.